ഗൾഫിലുള്ളവർ പ്രത്യേകിച്ചും അനുഭവിക്കുന്ന ഒരു ചലഞ്ചാണ് ഫാമിലി ഇല്ലാത്തത് കാരണമുള്ള ഭക്ഷണത്തിനോടുള്ള ഒരുപക്ഷെ ഭക്ഷണം ആക്രാന്തം കൂടുതൽ കഴിക്കുകയും അല്ലെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ബാച്ചിലർ റൂമിലാണെങ്കിലും നമുക്ക് ശരിക്കും ഹെൽത്തി ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിലൊന്നാമത് കഴിയുന്നവരെല്ലാവരും സൺഫ്ലവർ ഓയിൽ, സീഡ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽസ് ഇങ്ങനത്തെ സംഗതികൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം കോക്കനട്ട് ഓയിലോ ഒക്കെ ഉപയോഗിക്കുക, പിന്നെ ഗീ ഉപയോഗിക്കുക. മിക്കവാറും ആളുകൾ ചോദിക്കുന്ന ചോദ്യം മാറൂഫ് അത് എക്സ്പെൻസീവ് അല്ലേ എന്നുള്ളതാണ്. ഞാൻ ബാച്ചിലർ റൂമിലാവുന്ന സമയത്ത് ഞാൻ ആ ബാച്ചിലർ റൂമിലെ മെസ്സ് 2-3 വർഷം നടത്തിയിരുന്നു. അതിൻ്റെ മുമ്പ് നടത്തിയിരുന്ന ആള് ഇത് സമ്മതിച്ചിരുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ അത് എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞിരുന്നത്, നടക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പ്രാക്ടിക്കലി 3 വർഷത്തോളം വെളിച്ചെണ്ണയും നല്ല പശു നെയ്യും മാത്രമായിരുന്നു കുക്കിന് മേടിച്ചു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതേ എക്സ്പെൻസിൽ വളരെ ലാവിഷായിട്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കഴിയുന്നവരെല്ലാവരും ബാച്ചിലർ റൂമിൽ ഇങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ഐറ്റംസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം ഒരു കുക്കിനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ബാച്ചിലറിലെ എല്ലാ ആളുകൾക്കും ഭക്ഷണം കിട്ടും. അത് നിങ്ങൾ പാക്ക് ചെയ്തിട്ട് ഓഫീസിൽ കൊണ്ടുപോവുക, അത് കഴിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസ് കുറക്കാനും പറ്റും, പിന്നെ പുറത്തുനിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്.